എപ്പോഴും ഇവരോട് വിളിച്ചും കാര്യങ്ങൾ ചോദിച്ചും മനസ്സിലാക്കിക്കൊണ്ടും നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ ഈ AKCC വന്നതുകൊണ്ട് നമുക്ക് അതിന് അവരെ വിക്കഴിഞ്ഞു പോയി എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തുന്നതും അല്ലെങ്കിൽ വരുന്നതും ശരിയല്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ സൈലൻ്റായി നിൽക്കുന്നത്. എന്നാൽ AKCCയുടെ ആളുകളോടും മറ്റുള്ളവരെയും പെട്ടെന്ന് വിളിച്ച് ഒന്ന് ഒരുമിച്ചിരുന്ന് ബാക്കി കാര്യങ്ങൾ പദ്ധതി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ AKCCയുടെ രൂപത ഭാരവാഹികളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തതിൽ നിന്നും AKCCയുടെ ആളുകളെ 1-ാം തീയതി ഈ ശനിയാഴ്ച 1-ാം തീയതി 2 മണിയോടുകൂടി അല്ലെങ്കിൽ 2 മണിക്ക് മുൻപായിട്ട് കാണണമെന്ന് തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. എന്തിനു വേണ്ടിയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അത് പറയുമ്പോൾ പോലും ഈ പറയുന്ന എന്നോട് സംസാരിച്ച ഭാരവാഹി പറഞ്ഞത് എന്തിനാണെന്ന് അറിയില്ല, ഞങ്ങൾക്ക് എന്നാലും രേഖാമൂലം പോയി എഴുതി കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കണമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സജീവമായിട്ട് രംഗത്ത് നിൽക്കരുതെന്ന് പറഞ്ഞ് ഇവരെ പിന്നോട്ട് അടുപ്പിക്കാനാണോണെന്നും നമുക്ക് സംശയിക്കാൻ പാടില്ലായികയില്ല. സംശയിക്കുന്നതിൽ തെറ്റും പറയാൻ പറ്റില്ല. കാര്യം ഇപ്പോൾ അവരോട് നല്ല രീതിയിലായിരിക്കില്ല തട്ടേൽ പിതാവും മാപ്പിളാനിയും ഈ കാര്യത്തിൽ ഈ സഭാ സ്നേഹികളായിട്ടുള്ള നമ്മളോടോ അല്ലെങ്കിൽ AKCCയിൽ നിന്നിപ്പോൾ വന്ന് നിൽക്കുന്ന രൂപതയുടെ ഭാരവാഹികളായിട്ടുള്ള ഏതാനും ആളുകളുണ്ടല്ലോ, അവരോട് പറയാൻ പോകുന്നത് അനുകൂലമായൊരു തീരുമാനമല്ല. ഏകീകൃത കുർബാനയ്ക്ക് അനുകൂലമായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും കാണാമെന്ന് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം ഞാനിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വിവിധ ഗ്രൂപ്പുകളിൽ പല ആളുകളും AKCC മറ്റുള്ള സഭാനുകൂല സംഘടനകളെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നതോടുകൂടി മറ്റുള്ള അപ്രസക്തമാകുന്നു എന്നുള്ള രീതിയിലൊക്കെ, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ AKCC മറ്റുള്ള സഭാനുകൂല സംഘടനകൾ വിഴുങ്ങുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണമൊക്കെ നടക്കുന്നുണ്ട്. ആ പ്രചരണമൊക്കെ ശരിയാവാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ഈ പറയുന്ന ആളുകൾ അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിൽക്കട്ടെ എന്നാണ്. എന്തായാലും 1-ാം തീയതിക്ക് ശേഷം, 1-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് സജീവമായിട്ട് അവർ പറയാം. ഞാൻ എന്താണ് അവിടെ പറഞ്ഞതെന്നോ അവിടെ നിന്നുള്ള പറയുന്നതും ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞു. ശരിക്കും എല്ലാ സംഘടനകളും ചേർന്നിട്ടാണ് കാണേണ്ടതെന്നുള്ളതാണ് നമ്മളുടെ ധാരണ. അതിപ്പോൾ സഭയുടെ ഒപ്പം നിൽക്കുന്ന സംഘടന എന്നുള്ളതിലേക്ക് അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പോയി കണ്ടിട്ട് അല്ലപ്പം എന്ത് ചെയ്യാം, അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നല്ല രീതിയിലല്ല പോകുന്നതെന്ന് നേരത്തെ ഈ പറയുന്ന ആളുകളെല്ലാവരും പറഞ്ഞ മാതിരിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. വഴിയെ കാണാൻ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അവരെന്തായാലും വിളിച്ചിട്ടുണ്ട്. ഒരു മീറ്റിംഗ്, അതിനുശേഷം അവരുടെ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവരെ കാണാനും വിളിച്ചിട്ടുണ്ട്. കാണുമ്പോൾ എന്ത് പറയുന്നു എന്നുള്ളത് അറിയാം. അവർ പറയാമെന്നും പറഞ്ഞിട്ടുണ്ട്. നോക്കാം.